ഒരു സത്യം പറയട്ടെ, കൂടുതൽ ആളുകളും ലോങ് ടേം സ്റ്റോക്ക് എടുക്കാൻ മടിക്കുന്നത് ഫണ്ടമെൻ്റൽ അനാലിസിസ് എടുക്കുന്ന മണിക്കൂറുകളോളമുള്ള ടൈം കൊണ്ടാണ്. പക്ഷേ ഒറ്റ സ്കോർ നോക്കി ഒരു കമ്പനി നല്ലതാണെന്നും അതിനെക്കുറിച്ച് കുറച്ചുകൂടെ സ്റ്റഡി ചെയ്താൽ മതിയെന്നും മനസ്സിലാക്കാൻ പറ്റിയാലോ? യെസ്, പറ്റൂ. അതാണ് പിയോട്രോസ്കി സ്കോർ. ഇത് 0 മുതൽ 9 വരെയുള്ള നമ്പറാണ്. ഈ നമ്പർ ഒരു കമ്പനിയുടെ ഫിനാൻഷ്യൽ സ്ട്രെങ്ത് ആണ് കാണിച്ചു തരുന്നത്. ഇനി ഈ നമ്പർ സ്കോറിൻ്റെ മീനിങ് എന്താണെന്ന് നോക്കാം. 0 മുതൽ 3 വരെ ആണെങ്കിൽ ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റിന് പറ്റിയതല്ല എന്നും 4 മുതൽ 6 വരെ ആണെങ്കിൽ ഒരു ആവറേജ് കമ്പനിയാണെന്നും ഡീപ്പ് സ്റ്റഡി ആവശ്യമുണ്ടെന്നും 7 മുതൽ 9 വരെ ആണെങ്കിൽ ആ കമ്പനി ആക്ച്വലി നല്ലതാണെന്നും ലോങ് ടേം ബെറ്റർ ആണെന്നും മനസ്സിലാക്കാം. ഇനി ഹൈ പിയോട്രോസ്കി സ്കോറുള്ള സ്റ്റോക്ക് എങ്ങനെ കണ്ടെത്താമെന്ന് ഞാൻ കാണിച്ചു തരാം. ഇതിനായി ആദ്യം നമുക്ക് എല്ലാവർക്കും അറിയുന്ന സ്ക്രീനർ വെബ്സൈറ്റിലേക്കാണ് പോകുന്നത്. അവിടെ പോയിട്ട് സെർച്ച് ക്വറി എന്നുള്ള ഭാഗത്ത് പിയോട്രോസ്കി സ്കോർ ഗ്രേറ്റർ ദാൻ 7 എന്ന് അടിച്ചു കൊടുക്കാം. ഇവിടെ വേറെ ഒന്നും ഇതിൻ്റെ കൂടെ ഞാൻ ആഡ് ചെയ്യുന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ജസ്റ്റ് കാണിച്ചു തരാനായതുകൊണ്ട് ഒന്നും ആഡ് ചെയ്യുന്നില്ല എന്നുള്ളൂ. ഓക്കെ, ഇപ്പോൾ കണ്ടോ പിയോട്രോസ്കി സ്കോർ ഹൈ ഉള്ള സ്റ്റോക്കുകൾ വന്നത്. ഇതെല്ലാം ഹൈലി അടിപൊളി സ്റ്റോക്കുകളാണ്. ഇനി നമുക്ക് എല്ലാവർക്കും ഉണ്ടാവുന്ന ഡൗട്ടാണ്, എന്ത് നോക്കിയാണ് പിയോട്രോസ്കി സ്കോർ വിലയിരുത്തുന്നത്? സ്ക്രീനിൽ കാണുന്ന ഈ 9 ക്വസ്റ്റ്യൻസ് ആണ് പിയോട്രോസ്കി സ്കോർ വിലയിരുത്താനായി കണക്കാക്കുന്നത്. ഇതിൽ എത്ര പോസിറ്റീവ് ആൻസേഴ്സ് ആണുള്ളത് അത്ര സ്കോർ കൂടും. അതായത് ഈ 9 പോയിന്റിനും 9 പോസിറ്റീവ് ആൻസേഴ്സ് ആണുള്ളതെങ്കിൽ പിയോട്രോസ്കി സ്കോർ 9 ആയിരിക്കും. ഈ ചോദ്യങ്ങൾ നിങ്ങൾക്ക് വായിച്ച് മനസ്സിലാക്കിയാൽ മതി. അല്ല, ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് വീഡിയോ ഇടണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ വിട്ടോളാം. ഇനി പിയോട്രോസ്കി സ്കോർ ആരാണ് കണ്ടുപിടിച്ചത് എന്ന് വെച്ചാൽ അമേരിക്കയിലുള്ള ജോസഫ് പിയോട്രോസ്കി എന്ന് പറയുന്ന ആളാണ്. അദ്ദേഹം സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ അക്കൗണ്ട്സ് പഠിപ്പിച്ചിരുന്ന ഒരു പ്രൊഫസറായിരുന്നു. 1976 മുതൽ 1996 വരെയുള്ള ടൈം പീരിയഡിൽ പിയോട്രോസ്കി സ്കോർ ഹൈ ആയിട്ടുള്ള സ്റ്റോക്കുകൾ മേടിക്കുകയും ലോ സ്കോർ ഉള്ള സ്റ്റോക്കുകൾ ഷോർട്ട് ചെയ്യുകയും ചെയ്തതിലൂടെ ഉണ്ടായത് 23% CAGR ഗ്രോത്ത് ആണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റിൽ അറിയിക്കുക. വീഡിയോയുടെ അഭിപ്രായവും കമൻറ്റിൽ അറിയിക്കൂ. മണി മാനേജ്മെൻറ്റ് വീഡിയോ ഇഷ്ടമുള്ള ആളാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വെക്കാം. നിങ്ങൾക്ക് ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആവാനുള്ള എല്ലാം പറഞ്ഞു തരാൻ ഞാനിവിടെ ഉണ്ടാവും. പിന്നൊരു കാര്യം കൂടി, പിയോട്രോസ്കി സ്കോർ നിങ്ങളുടെ സ്റ്റഡീസിൻ്റെ കൂടെ ആഡ് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.